ഇനി പിതാവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോ 25-ാം തീയതി വന്ന് ഇവിടെ ആലഞ്ചേരി പിതാവ് ഒരു കുർബാന, ഒരു പ്രശ്നമില്ലാതെ ഒരു കുർബാന ചൊല്ലി തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് ഓറിയന്റൽ കോൺഗ്രിഗേഷനെ സംബന്ധിച്ചും വത്തിക്കാനിലിരിക്കുന്നവരെയും സംബന്ധിച്ചും അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല ഹൈപ്പോത്തിസുകളുടെയും പല തിയറികളുടെയും അതിനെ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ പ്രശ്നകരമായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോസീവായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും തച്ചുടയ്ക്കണം എന്ന് പദ്ധതിയുമായിട്ട് ദിവസം ദിവസം സർക്കിളിൽ ഇറക്കുന്ന ബൗണ്ടിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിശബ്ദരായി, അച്ഛന്മാര് ഇനി നിശബ്ദരായിട്ട് ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 25-ാം തീയതി നിരാഹാരം ആഗ്രഹിച്ചിട്ട് ഇനി അത് വേണ്ട എന്ന് വെക്കാനാണ് ഉദ്ദേശിച്ചേക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വലിയ അപകടങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഇതാണ്, കരിയിൽ പിതാവിന് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുമോ ഇവിടെ ആലഞ്ചേരി പിതാവ് ഈ ക്രിസ്മസ് ദിവസം കുർബാന ചൊല്ലാൻ വരാൻ പറ്റില്ല? ഇവിടെ നേരത്തെ വൈക്കത്തുറമ്പിൽ വെച്ച് സൂചിപ്പിച്ചു, പട്ടം നടക്കുമ്പോ അവിടുത്തെ അതത് പള്ളികളിലെ വികാരി അച്ഛന്മാരോട് ഈ പറഞ്ഞ പോലെ അവരെ ഈ പിതാവ് നിന്ന് അച്ഛന്മാരെ കൊണ്ട് തിരിഞ്ഞു കുർബാന ചൊല്ലിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ ഇടവന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിന് എനിക്ക് തോന്നുന്ന പിതാവിന് അത് അത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പിതാവ് ഉറപ്പോടുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ നിരാഹാരം നടത്തേണ്ട കാര്യമില്ല, ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ശാന്തമായിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ തുടർന്ന വളരെ അഗ്രസീവായിട്ട് തന്നെയുള്ള സ്റ്റാൻഡോട് കൂടി നമ്മൾ അച്ഛന്മാരും അന്മാരും മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഈ അല്ലെങ്കിൽ തുടർന്ന് പോരുന്ന ജനാഭിമുഖ കുർബാന നഷ്ടപ്പെടുത്താനായിട്ട് അധികം സമയം നമുക്ക് വേണ്ടി വരില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കുറച്ച് കൂടുതൽ സമയം എടുത്തതിൽ ക്ഷമിക്കുക. താങ്ക് യു. പറവൂർ കച്ചേരിപ്പടി സെന്റ് ജെർമൻസ് ദേവാലയത്തിൽ ഇന്ന് തിരട്ട് പൊതുയോഗം നടക്കുകയായിരുന്നു. ആ തിരട്ട് പൊതുയോഗത്തിൽ അടുത്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ ജെറി അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന തിരട്ട് പൊതുയോഗത്തിൽ അച്ഛൻ്റെ ധാർഷ്ട്യവും അച്ഛൻ്റെ ഇടപെടലുകളും അതിൽ അച്ഛൻ്റെ കൂടെ അച്ഛനുണ്ടാക്കിയ കോക്കസും തമ്മിൽ തിരട്ട് പൊതുയോഗത്തിൽ വെച്ച് ഇരു ഭാവങ്ങളും തമ്മിൽ ഉന്തും തള്ളും വാക്കേറുകളും അസഭ്യ വർഷങ്ങളും ഉണ്ടായി. ഇതിനെ തുടർന്ന് വികാരിയച്ഛൻ പൊതുയോഗം പിരിച്ചുവിട്ടു. എല്ലാവരും ഈ ഹോളിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഈ ഹോളിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് തെളിവ് വേണ്ടേ?